കെ മുരളീധരന്റെ തോൽവി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ. തോൽവിയെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും ഡിസിസി പ്രസിഡന്റ് വ്യക്തമാക്കി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും വലിയ വോട്ടിന് പരാജയപ്പെടാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായി സമഗ്രമായ രീതിയിൽ പഠിക്കും. വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഐക്യത്തോടെ മുന്നോട്ടു പോകാനാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത തങ്ങൾ ഏറ്റെടുക്കുകയാണ്. സംഘടനാപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇത്രയും ഭീമമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ഒന്നാമത്തെ കാരണം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളാണ്. അത് ബിജെപിക്ക് കിട്ടിയ വോട്ടുകളല്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കുറെ അധികം വന്നു ചേർന്നു. അതിനപ്പുറത്ത് ബിജെപിയും സിപിഎം നേതൃത്വവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുള്ള അലിഖിതമായ ഒരു ഡീലാണ്. സിപിഎമ്മിന്റെ ഉന്നത നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് ഇത്രയും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിക്കാനിടയായതെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. ഇത്രയും വലിയ വോട്ടിന് പരാജയപ്പെടാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് പഠിച്ച് സമഗ്രമായ രീതിയിൽ പഠിച്ച് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് അയക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുമ്പോൾ ഉത്തരവാദപ്പെട്ടവരെ സംബന്ധിച്ച് ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇത്രയും ഭീമമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ഒന്നാമത്തെ കാരണം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളാണ്. അത് ബിജെപിക്ക് കിട്ടിയ വോട്ടുകളല്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കുറേയധികം വന്നു ചേർന്നു. ബിജെപിയും സിപിഎം നേതൃത്വവും ഉണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഒരു ഡീൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊടകര കുഴൽപ്പണ കേസുമായി സിപിഎമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് ഇത്രയും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് തുടക്കം കുറിച്ചിരുന്നു. ടി.എൻ. പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പല നേതാക്കളും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഇരു നേതാക്കൾക്കുമെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഡിസിസി പ്രസിഡന്റിന്റെ വാർത്താസമ്മേളനം. സിസിടിവി ന്യൂസ്, കേച്ചേരി.